നമസ്കാരം. എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ. തിന്മയ്ക്കുമേൽ നന്മ ഉയർത്തെഴുന്നേറ്റ ദിനമാണ് ഈസ്റ്റർ. ആ ദിവസത്തിൽ ഈ ഏഞ്ചൽസ് എന്ത് സന്ദേശമാണ് തരാനുള്ളത് എന്ന് നോക്കാം. കണ്ടംപ്ലേഷൻ, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്നാണ്. കണ്ടംപ്ലേഷൻ എന്ന ഈ കാർഡ് നിങ്ങളുടെ ലെറ്റ് ആൻസർ എനർജി ഡ്യൂറിങ് യുവർ ക്വയറ്റ് ടൈം. നിങ്ങളുടെ ജീവിതത്തിൽ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ നിശബ്ദമായ സമയത്ത് ലഭിക്കും എന്നാണ് മാലാഖമാർ നൽകുന്ന സന്ദേശം. അതായത് നിങ്ങൾ മെഡിറ്റേഷനോ യോഗയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ കൂടിയോ ആയിരിക്കാം ഇതിനുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലഭിക്കുവാൻ പോകുന്നത്. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, നിങ്ങൾ പല കാര്യങ്ങളും ക്രിയേറ്റീവായി ജീവിതത്തിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്താൽ നിങ്ങൾക്ക് യുണിക്കായി മാത്രം ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് നിങ്ങളുടേതായ കുറേ കഴിവുകൾ നിങ്ങൾ അടച്ചു വച്ചിരിക്കുകയാണ്. അത് മുന്നോട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾ ജീവിതം വിജയത്തിലേക്കാകും എന്ന് പറയുന്നു. രണ്ട് മെസ്സേജ് എന്താണ് ഈസ്റ്റർ ദിനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈസ്റ്റർ മുതൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നോക്കാം. 7 ഓഫ് കപ്പ് എന്ന കാർഡും ദ ചാരിയറ്റ് എന്ന കാർഡുമാണ് വന്നിരിക്കുന്നത്. 7 ഓഫ് കപ്പ് എന്ന കാർഡ് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ അവസരങ്ങൾ വരുന്നു എന്നും അത് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി നിങ്ങൾ നിൽക്കുന്നതുമാണ് കാണുന്നത്. ആ അവസരങ്ങൾ നല്ലത് മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ എല്ലാം ഒളിഞ്ഞിരിക്കുന്നതിൽ പലതും നല്ലതാവണം എന്ന് തന്നെയില്ല, പല ചതികളും ഉണ്ടാകും എന്നും യൂണിവേഴ്സ് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിൽ ശരിയായ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമാണ് എന്ന് പറയുന്നു. ദ ചാരിയറ്റ് എന്ന കാർഡാണ് ഇവിടെ അടുത്തത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയെയാണ് കാണിക്കുന്നത്. ഒരു ദിശാബോധത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ യാത്രയുടെ പര്യവസാനം നന്നായിരിക്കും എന്നാണ് യൂണിവേഴ്സിന് പറയാനുള്ളത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകാനും തിരഞ്ഞെടുപ്പുകൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുവാനുമാണ് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.